കണ്ണൂർക്ക് മോളെ ചേച്ചി വണ്ടി എടുക്ക ചേച്ചി. കുന്നുപുറത്തേക്ക് ഓട്ടം പോവാ. ഹോസ്പിറ്റലിന്റെ ബാക്കിലെത്തി. ഒന്ന് വേഗം പോയേച്ചി. കുഞ്ഞിനെ കൊടുക്ക പിടിച്ചോ. ഇനി തട്ട ഇടവൊന്നുമില്ലല്ലോ എന്റെ ദൈവമേ. ആ വട്ടം വിളിച്ചപ്പോ ഞാൻ ആ വൈക്കി കൂടെ പൂലൊന്ന് ഉറപ്പിച്ചു പറഞ്ഞ. സാരമില്ലാട്ടാ, ഇതിപ്പോ കുഞ്ഞിനോട് എത്തിക്കാൻ വേണ്ടിട്ടല്ലേ. അതെ, വണ്ടി അടുത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേ. അടുത്തേക്കാ? ആ അടുത്തേക്ക്. ഇവിടെ ചൂടാട്ടാ. എന്താ പറ്റിയ? എന്റെ മോള് എന്റെ കുഞ്ഞിക്ക് എന്തെങ്കിലും പറ്റിയോ? വിനോദ് ഡോക്ടർ കുട്ടിയോടുത്ത് കുട്ടിയോടുള്ള വെള്ളത്തിൽ വീണ കുട്ടിയുടെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. സമയത്തിനെത്തിച്ച് നന്നായി. ആ ശാന്തേട്ടാ, ഞാനിവിടെ ഒരു ആശുപത്രിയിലാ. എന്റെ വണ്ടിയെല്ലാം ഒറിഞ്ഞ് നാശാനിന്ന്. ഒരു കുഞ്ഞിനോട് ആശുപത്രിയിൽ എത്തിക്കാൻ ആ ഊടുവഴി വന്നയാ. ഈ ഒരച്ചിലെല്ലാം ഷോറൂം മാറ്റി തരുവാ? ഷോറൂം ഒരിഞ്ഞത് മാറ്റൂല. നീ ഒരു കാര്യം ചെയ്യ്, ആ സുധിയുടെ വർഷാപ്പ് കൊടുത്തേ. ആരാകുമ്പോ ഇങ്ങനെ കത്തിണ്ടാവൂല. സുധീന്റെയോ? അല്ല, ശാന്തേട്ടൻ ഇപ്പൊ എന്തിനാ വിളിച്ചത്? നീ എന്നെ പറയാൻ പറ്റേ എന്നല്ലേ പറയാൻ കഴിയൂ. വേറൊന്നല്ല, കുട്ടികളൊന്നും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ വിളിച്ചാ. അതിന് നമുക്ക് ആ കുഞ്ഞോളെ വയ്യെന്ന് അറിയില്ലല്ലോ. അതാ ഏജന്റിനോട് ചോദിച്ചാൽ മതി. ഓളവിടെ ഏറ്റവും അവസാനം. അല്ലപ്പാ, നിന്നെ വണ്ടി ചക്രങ്ങളൊക്കെ ആക്കിയില്ലേ? ഇനി കുറച്ച് തട്ടലും മുട്ടലും ഉണ്ടെന്നേലും. വണ്ടി നല്ല കണ്ടീഷനാ. അപ്പൊ ഒരു 4 സ്കൂളിൽ എത്തിക്കോ. ഇന്ന് വണ്ടി മാറിയിട്ട് ടീച്ചറെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്നാ ശരി. ആ മോക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കണ്ണൂർന്നിന് എത്ര ചേച്ചി? 60. 60. പിന്നെ വണ്ടിക്ക് കുറച്ച് പെയിന്റ് വേണ്ട, നിങ്ങൾ 60 തന്നാ മതി. ഇന്ന് മാഷിയുടെ ഗേറ്റ് അടന്ന മാഷമൊക്കെ നോക്കൂ. മാറിയടാ. ഓളല്ലേ ആള്? ആ ഓള് തന്നെ. അതന്നെ. ടീച്ചറെ, ശാന്തട്ടും പറഞ്ഞിട്ട് ഞാനാ വരലേന്ന്. വേഗം എടുക്ക എല്ലാരും ബാഗ് എടുത്തേ. തിരക്ക് നോക്കണ്ട, സൂക്ഷിച്ച്. അയ്യേ, ചളങ്ങിയിരിക്കാ പാട്ട വണ്ടി. നീ വരണ്ട.
ശരി പാട്ടെല്ലാം ഇട്ടുതരാം. പക്ഷെ ആടെ ഒപ്പര ഇരുന്ന് പാടുകയും വേണം, ആടെ ഇരുന്ന് ഡാൻസും ചെയ്യണം. പറ്റോ? ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം മോൾ അവിടെ പോയിരുന്നേ. ഇനിയിപ്പോ പാട്ട് വെക്കാ. പാടിക്കോ. എന്റെ അമ്മയുടെ ജീവിതം കമ്മൽ, എന്റെ അപ്പൻ്റെ കട്ടുകൊണ്ട് പോയേ, എന്റെ അപ്പൻ്റെ പ്രാണ്ടി പോയി, എന്റെ അമ്മ കുടിച്ചു തീരെ, എന്റെ അമ്മയുടെ ജീവിതം കമ്മൽ, എന്റെ അപ്പൻ്റെ കട്ടുകൊണ്ട് പോയേ, എന്റെ അപ്പൻ്റെ പ്രാണ്ടി പോയി. Okay, bye. See you. Bye bye. നീ ഇന്നും വെള്ളം കുടിക്കാണ്ട് എന്നെ കൊണ്ടുവന്നല്ലേ? ഏച്ചി ഇതാ മൈൻഡ് വീടയാ? ഐഡിയ. ആഹാ, മായക്കുട്ടിയുടെ വീട് ഇതാ. പിന്നെ മായക്കുട്ടിയുടെ അച്ചാച്ചനെ ചേച്ചി ഫ്രണ്ട്സ് അല്ലേ? ആ, ഞങ്ങൾ ഒപ്പരല്ലേ പഠിച്ചു ഒരു ക്ലാസ്സില്. അല്ല ഇന്ന് പുതിയ ആളാന്നല്ല. ശാന്തേട്ടനോട് പോയിനി. ശാന്തേട്ടന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. അതെ ആഷയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഉണ്ടിപ്പാ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. പിന്നെ ചേച്ചി ചെറുപ്പത്തിലെ വലിയ ചേച്ചിയായല്ലേ? ആ നിങ്ങള് പൈസ വാങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഒന്ന് എടുത്തിട്ട് വരട്ടെ. അതൊക്കെ നമുക്ക് പിന്നെ കണക്കാക്കാണ്. ആ, അല്ല എഞ്ചിലെ ഇളവയും പിള്ളേരെല്ലാം പോയിനാ? പോയിട്ടില്ല, അടുത്ത ആഴ്ച പോണ്ടാവും. അതെയാ, ശരി എന്നാ. ബൈ മോളെ. ബൈ ബൈ. മാക്കുട്ടിനെ എന്തെല്ലാം പഠിച്ചേ? ഓടല്ലേ മോളെ, നീ വീയുവേ? നിക്ക്. ഏച്ചിക്കൊരു കാര്യം അറിയോ? എന്നിട്ട് എന്റെ അമ്മേനെ ഓൾഡ് അച്ഛൻ ഒഴിവാക്കിയതാ. ആണോ? ആ ഓൾഡ് അച്ഛനെ തെരഞ്ഞെടുക്കുക പോലും ഓൾഡ് അച്ഛൻ. അത് നിനക്കെങ്ങനെ അറിയില്ലേ? ആരോ പറഞ്ഞു കേട്ടതാ. ഏച്ചി ഇതാ അച്ഛന്റെ വീട്. അതെയാ? ആ ഇറങ്ങിക്കോ. വാ വാ. അച്ചൂട്ടാ, അച്ചൂട്ടാ. ഇത് പുതിയ വണ്ടിയിലാന്നല്ല? ശാന്തേട്ടൻ ഉണ്ടായിട്ടില്ല. അതെയാ, പറഞ്ഞിരുന്നു, വിളിച്ചു പറഞ്ഞേ. ഇത് ബാഗ്. എന്താ മോനെ ഇത് പറ്റ അഴുക്കാന്നല്ല? ദേവൂട്ടി ഒന്നിങ്ങ വന്നാൽ ഇവൻ ഒരു അരമണിക്കൂർ സോപ്പ് വെള്ളത്തിൽ വെക്ക്. അമ്മയുടെ ചക്കര മുത്തേ, നീ ഭക്ഷണം മുഴുവൻ കഴിച്ചനാ? അതെന്താ? ആൾക്കാർ പറഞ്ഞു കേട്ടിന് ഒരു പെൺകുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഈ വഴി വന്നിട്ടാ ആദ്യമായിട്ടാ? ആദ്യായിട്ടല്ലേ? നല്ല ഞാൻ മോന് പാലെടുത്തിട്ട് വരാം. നാളെ ഞാൻ തിരിച്ചു പോണം. ഒരു അർജന്റ് ക്ലൈമീറ്റിംഗ് ഉണ്ട്. ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാവേ. മോൻ വന്നു. അച്ഛൻ്റെ അമ്മയാ, ആരോടും പറയാതെ വന്നിരിക്കുക സർപ്രൈസ് ആക്കാൻ. അച്ഛനും ഉണ്ട്, നല്ല ഉറക്കത്തിലാണ്. ഇന്ന് രാത്രി നല്ല പൂരായിരിക്കും രണ്ടാളും കൂടിയിട്ട്. ശരി എന്നാ, ആയിക്കോട്ടെ. Hey, look at that. Let's catch. They enjoy like crazy. അവിടെ ഇതൊന്നും ഇല്ലാലോ. അതൊക്കെ അമേരിക്കൻ പോലീസിനപ്പ പോലീസ്. അമ്മ രാവിലെ കണ്ടില്ലേ പുറത്തും റോട്ടിൽ തുപ്പുന്നത്? അവനൊന്ന് അമേരിക്കയിൽ വന്നൊന്ന് തുപ്പി നോക്കട്ടെ. ഐ എം ഡാം ഷുവർ they will arrest him on the spot. ആഹാ, വീട്ടില് കൊറേ വിരുന്നാരൊക്കെ ഉണ്ടല്ലോ. ഇതാണോ അമേരിക്കക്കാര്? എന്റെ തല തെറിച്ച് പിള്ളേരപ്പത്. ആര്? ഈ പിള്ളേരാ? ആന്ന് ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഞാനടുത്തും മിണ്ടൊന്നും പോയില്ല. അപ്പൊ ശരി എന്നാല് കാണാം. ബൈ ചേച്ചി. നമ്മുടെ ഈ നാട് ഒരിക്കലും നന്നാവൂലപ്പ. മഴ വന്ന ചെലി, വെയിൽ വന്ന പൊടി. Hey, how's it day, babe? അറ്റ്ലീസ്റ്റ് അപ്പന് മുറ്റത്തെങ്കിലും ടൈൽസ് ഇട്ടൂടെ? ലുക്ക് അറ്റ് ദിസ് പൊടി. വയറിങ്ങിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലടാ, ബൾബ് പോയതാ. നീ പോടാ, ഒന്ന് പറ. എന്നാ പിന്നെ ഒരു 500 രൂപ. 500? നീ പോടാ. രമേശ് ചേട്ടാ എന്നൊന്ന് സ്റ്റാൻഡിലാക്കുവാ. ഞാൻ ഈ വൈക്കടി സ്റ്റാൻഡ്. നീ വാ, ഞാൻ വിട്ടുതരാം. സുധിയേട്ടാ, നാളെ ഞാൻ എപ്പോഴാ വരണ്ടേ? നാളെ ഒരു 11 മണിക്ക് വാ. അല്ല വേണ്ട, 1 മണിക്ക് വന്നാൽ മതി. കുറച്ചിട്ടെല്ലാം തരണ്ട പൈസ. ചെറിയ ചെറിയ ഉറച്ചിലേ ഇല്ലേ? ഇതാ ചെറിയൊരു സ്ഥലം. നീ വാ, ഞാൻ ശരിയാക്കി വെച്ചേക്കാം. നാളെ എന്റെ പൊരയിലൊരു മംഗലുണ്ടായിരുന്നു. നാളേക്കൊരു ലീവ് വരും. എന്റെ കുടുംബത്തിൽ ഇനി ആരാടാ മംഗലം കഴിക്കാനുള്ളത്? എന്റെ അമ്മയുടെ വകയില് ചെറിയമ്മയുടെ അനിയത്തിയുടെ സത്യം പറഞ്ഞ ലീവ് വരാം. നാളെ സിനിമേന്റെ ഓഡിഷൻ എത്രാമത്തേത്? 22ാമത്തെ. നീ നശിക്കാനാണെങ്കിലേ ഞാനിന്റെ കൂടെ നിൽക്കടാ.
ലീവ് ക്യാൻസൽ. നാളെ രാവിലെ വന്നിട്ട് ഷാരൂഖ് ഖാനൊക്കെ ഇങ്ങനെ മെനക്കെട്ട് തന്നെയാണ് സൂപ്പർ സ്റ്റാർ. എടാ, ഇങ്ങനെ കണവണ വർത്തിക്കാണ്ട് വീട്ടിൽ പോന്നപ്പടാ. അവന്റെ ഒരു ഷാരൂഖ് ഖാൻ. പോവടാർന്ന് ഒന്ന് പോയി തരുമോ? എനക്ക് പൊറക്കോണ്ടേ. ആ പോലെ അതെ, ഇന്ന് ഒറ്റ ദിവസത്തോട്ടത്തിന് ഞാനും കൂടെ വന്നോട്ടെ. നിങ്ങി രാത്രി മാത്രം ഓടി ഇത്രയും പൈസ ആക്കുന്ന എങ്ങനെയാന്ന് എനക്കും കൂടെ ഒന്ന് അറിയണല്ലോ. നീ നേരത്തെ കാലത്ത് വീട്ടിൽ പോകാൻ നോക്ക്. രമേശേട്ടാ പ്ലീസ്, ഇന്ന് മാത്രം. എനക്ക് ഒറ്റക്ക് പോകാൻ പേടിയാ. ഇതിപ്പോ രമേശേട്ടനും ഉണ്ടല്ലോ, ഇന്ന് മാത്രം പ്ലീസ്. നീ ഓടിക്കോ? നീ പൈസ ഉണ്ടാക്കുന്ന കുട്ടൻ സറിയാണ് നിനക്ക് ഓർക്കം വരാൻ കണ്ട. രാത്രി കുറക്കൊഴിച്ച്. ഹലോ നീക്കേ, ബാംഗ്ലൂർ വണ്ടി വന്നോ? ബാംഗ്ലൂർ വണ്ടിയാ, ചെന്നൈ വണ്ടി മതിയാ. വാ, പണി കഴിഞ്ഞിട്ട് വന്ന് നോക്കി നോക്ക്. എല്ലാം ശരിയായില്ല അല്ലേ? ആ, കണ്ണി കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അണ്ണി കണ്ട പണിയാ? അല്ല, കണ്ണില് കണ്ട പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഒന്നും ഉണങ്ങാണ്ടാവും കുറച്ച്. ഇല്ലല്ലേ, ഉണങ്ങിയോ? 4500. 4500? ആ, സുധിയേട്ടനോട് പറഞ്ഞില്ലല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന്. ആണോ? സുധിയേട്ടനാടാ? സുധിയേട്ടൻ ടൗണിൽ പോയി. എന്റെ ഇപ്പം അത്രയും പൈസയൊന്നുമില്ല. ആ, അത് കുഴപ്പമില്ല, എല്ലാം കൊടുക്കേ. ഇതിപ്പോ 3500 ഇല്ലല്ലോ. അതുണ്ടെന്നാ ബാക്കി പിന്നെ കൊടുത്താൽ പോരെ. ബാക്കിയുള്ളവർക്ക് അടുത്തോട്ടെ പോ. ആയിക്കോട്ടെ, അവിടെ ഉണ്ടാവും. എല്ലാരും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നേ? ഇത് എന്ത് കപ്പാ? വോളിബോൾ നിങ്ങിപ്പോ എവിടുന്നാ വരുന്നേ? ഡൽഹിന്നാ? അപ്പൊ ഇത് എന്തിന്റെ കപ്പാ? വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. ലോകകപ്പാ വോളിബോളില്? ആന്ന്. നിങ്ങ ഏത് ടീമിനെ തോപ്പിച്ചേ? ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ടിനോ? സാറേ, ഇതൊന്നിട്ട് വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. അതിന് അവർക്ക് ഈ പാവം പിടിച്ച കളിയിൽ എന്ത് താല്പര്യം? നിങ്ങളിപ്പം കൂട്ടാനേ വന്നില്ല? ആര് വരാൻ? റിസർവേഷൻ പോലും കിട്ടിയില്ല. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറിയാ ഞങ്ങൾ പോകുന്നത്. ഈ പിള്ളേരെ മേത്തെ ചെളി കണ്ടില്ലേ താഴെ കിടന്നുറങ്ങിയന്റെ? അത് കഷ്ടം തന്നെയാണ്. ഇവര് ഇന്ത്യക്ക് വേണ്ടി തന്നെയല്ലേ കളിച്ച്. പക്ഷേ ഇത് ക്രിക്കറ്റ് അല്ലല്ലോ. ആന്തേ, ഇവിടെ ക്രിക്കറ്റ് മാത്രം മതിയാ? പിടിച്ച ബോള്, പിടിക്കാത്ത ബോള്, എറിഞ്ഞ ബോള്, എറിയാത്ത ബോള്, പിന്നെന്നാ ഗ്രൗണ്ടിന്റെ വടക്കേ കിഴക്കേ മൂലയിൽ വീണ അതിനും അവാർഡ്. എന്തെല്ലാം അവാർഡാണ് ക്രിക്കറ്റില്. ക്രിക്കറ്റ് ഒക്കെ സെലിബ്രിറ്റി കളിയില്ലേ? സാറേ, സാറിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്തിന്? അതെല്ലാം പറയാ. സാറിന്റെ കൂടെ നിൽക്കുക. ഓ, അതെ, എന്റെ ബാക്കിൽ വന്നാ മതി. എന്താണ്? എന്റെ ബാക്കിൽ വന്നാ മതി. എല്ലാരും വന്നേ. അല്ല എടുത്തേക്കാ, എല്ലാരും കൂടി എടുത്തേക്കാ. ഹലോ കേറി. ആൻസി തുടങ്ങിക്കോ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. മീര, ഫോട്ടോ എടുത്തിനാ? റിപ്പോർട്ട് ചെയ്യണ്ട, പെട്ടെന്ന് പോയി. നിനക്കൊരു സല്യൂട്ട് ഉണ്ട്. അല്ലാതെ പിന്നെ ഓരോടല്ലോ എന്തെന്നാ ചെയ്യല്? അത് യോറായി. അപ്പൊ നീ വീഡിയോ എടുത്തിനോ? ഇല്ല. എന്റെ മോളെ, നീ എന്റെ വീഡിയോ എടുക്കണ്ടേ? ആ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് നോക്കും മാരണ വൈറലാട്ടിയത്. ആ, അപ്പൊ ഇതൊന്നും അറിയില്ല അല്ലേ? എന്തെല്ലായാലും നാസിൽക്ക ആ പിള്ളേരെ സന്തോഷം ഒന്ന് കാണണ്ട തന്നെയായിരുന്നു. മോനാ, ആ മേജറിന്റെ അടുത്ത് വിളിക്കുന്നത്. അയാൾക്ക് എന്തോ അത്യാവശ്യം ഓട്ടം വിടുമ്പോ. ഞാനില്ല സാന്തപ്പ, എന്നെ കൊണ്ടാവില്ല. ഒന്ന് പോയി മേജർ എന്നെ കൊണ്ടാവും. അച്ചുകുട്ടനാ സിദ്ധു എന്നെ വിട്ടേ എല്ലാ പ്രാവശ്യം എന്നെ തന്നെ സന്തോഷം. അച്ചുകുട്ടാ, ഏഞ്ചലെ നിന്റെ ചെറിയ ചെല്ലാം പോയാ? കുറച്ച് ദിവസം പോയി. എടാ ചക്കക്കുരു, എന്റെ മോന്ത എപ്പോ ഇങ്ങനെ കോർപ്പിച്ചിട്ട് തന്നെയാ.
പാട്ടോണ്ടി മാറ്റിയാ പിന്നെ അതൊക്കെ അപ്പളെ മാറ്റിയില്ലേ നോക്കിയേ ഇപ്പൊ മതിയായി. നിങ്ങൾ ആരും പോണ്ട കേട്ടോ, ഞാൻ ഒരാളെ നിൽക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ മേജറിനെയും കൊണ്ട് ഓട്ടം പോകാൻ വേണ്ടിട്ട് പണി നല്ല അധ്വാനത്തില് വന്ന് ആണ്ടണ ഇതിന്റെ അധ്വാന നാളെ രാവിലെ വരെ എന്ത് ചെയ്യാനാ? എന്താ സാറേ? നീ നൈറ്റിൽ ഓടുന്നുണ്ടാ? ഓടുന്നുണ്ട് സാർ. നിനക്ക് കാർഡുണ്ടാ? കാർഡുണ്ട് സാറേ. കാർഡില്ലാണ്ട് ആരും ഓടുന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഓടിയാൽ മതി. ശരി സാറേ. പിന്നെ ആ പാവാട ഷാജി വരുള്ളൂ. ഓ, എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം സാർ. ശരി, നീ പോ. നിർത്തരുത്. ഓന്നാർത്ത് പണിയെടുക്കുന്നത്. ഇത് കേരള കോൺഗ്രസ്, ഇത് ലീഗ്, അപ്പൊ കോൺഗ്രസിന്. സാറേ, നീ നൈറ്റിൽ ഓടുന്നുണ്ടടാ? ഓടാ സാറേ. നിനക്ക് കാർഡുണ്ടാ? ഇല്ല. ഇല്ലേ? എന്നാ സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിട്ട് ഓടിയാൽ മതിയേ. ഞാനെന്ത് ചെയ്യാൻ അച്ഛന, ഞാൻ ഒപ്പിട്ട് ചെയ്യാറ് ക്ലാസ് കയറ്റി. GD പെൻഡിങ് ഒന്നുമില്ലല്ലോ? ഇല്ല സാർ. സാറിന്റെ മോനായതുകൊണ്ടാ ഒരു 3-4 പ്രാവശ്യം എന്റെ കൈ കിട്ടിയത് അല്ലടാ. അവന്റെ കയ്യിൽ കുറെ പന്നിപ്പടക്കുണ്ടെന്ന്. ഇഷ്ടമുള്ള സമയത്തൊക്കെ അവൻ പൊട്ടിക്കുന്നു. ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടൊരു ഭീഷണി. സാറേ ഞാൻ പൊക്കോട്ടെ. നല്ല സൗണ്ടിൽ പൊട്ടിക്കടാ. ഓൺലൈൻ പടക്കല്ലേ? പൊട്ടിക്കേ സൂക്ഷിച്ചോട്ടെ, എപ്പോഴാണ് ഇവൻ ലൈവ് പോകണമെന്ന് പറയാൻ പറ്റില്ല. സാർ ഒരു കാര്യം ചെയ്യും. എന്താ സാർ? എന്താ ഒരു പരാതി തരാമെന്ന്. അവിടെ കൊടു. ഇവൻ എന്തായാലും സ്പീഡൊന്നും കുറക്കാൻ പോണില്ല. ഒരു ബെസ്റ്റ് പരിപാടി ഉണ്ട്. നല്ലൊരു തുകക്ക് ഇവൻ അങ്ങോട്ട് ഇൻഷുർ ചെയ്യും. എന്നിട്ട് ഒരു സൂപ്പർ ബൈക്കും മേടിച്ചു കൊടുക്കും. ഒരു 390cc ആയിക്കോട്ടെ. മാക്സിമം പോയാൽ 2 മാസം. ഇവന്റെ ബോഡിയും കിട്ടും, നല്ലൊരു തുകയും കിട്ടും. എങ്ങനെയുണ്ട്? ചെല്ലി പൊട്ടിക്കടങ്ങട്. നല്ല സൗണ്ട്. ഹർത്താലിന്റെ ഫോട്ടോ എടുക്കണം പോലും. സായിപ്പ് എവിടെന്ന് അറിയില്ല. പുറത്തേക്ക് വിളിക്ക്. ഹലോ, ഇംഗ്ലീഷ് പറയേണ്ടി വരുമല്ലോ. Hello officer, my name is Roderick. Where are you from? I'm from La Chapaca. La Chapaca? Yep, this is in Alabama. Alabama. Alabama, I know. What is the purpose of visit? Actually, Kannur is very famous for Hartal. So, I would like to visualize all the sequence. നമ്മളെ കണ്ണൂർ ഹർത്താൽ വേൾഡ് ഫേമസ് ആണല്ലേ? No more Hartal in Kannur. Only Samadhanam. Peace. What peace? Peace. Hey, no peace. Only one piece. Samadhanam. But Hartal is the first show. Hartal is not festival. Onam, Vishu is festival. See, festival. പൂജ ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച തന്നെ ചെയ്യാം. ഞാൻ വിളിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതെടുക്കണേച്ചി. അയ്യോ വേണ്ട, അത് പൂജന്റെ സാധനങ്ങളാണ്. ഞാനെടാ ചന്തപ്പുരയില്. ചന്തപ്പുരയിലാ? എന്നാ മോളെ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തിന്? മോളിലൊരു അമ്മ താമസമുണ്ട്, നടക്കാനൊന്നും പറ്റൂല. അവരെനിക്ക് സാധനം മേടിക്കാനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളൊന്ന് ഇവിടെ എത്തിക്കോ. എന്നാ ശരി, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം. മോളെ എത്രയാ മോളെ? 30. ഓൺലി 30. വീട് ഒരുത്തനുണ്ടായിനി, ഓനിപ്പോ കാറിലേക്ക് മാറി. അതുകൊണ്ടാ. അപ്പൊ പൈസയോ? ഏയ് പൈസ ഒന്നും വേണ്ട. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ അമ്മക്ക് അക്കൗണ്ട് ഉണ്ട്. അവിടെ ഈ ലിസ്റ്റ് കൊടുത്താൽ മതി. ചേച്ചി പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാ? അവിടെ ബ്ലോക്കാണ്. ഇതിപ്പൊ വേണോ? തിരക്കൊന്നുമില്ലാന്ന്. നാളെ ഓട്ടോ പോകുമ്പോ ഇവിടെ ഇറക്കി തന്നാ മതി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞമ്പു. ലിസ്റ്റിന്റെ അടിയില് എന്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കാം. ഇനി രാവിലെ വേറെ പണിയൊന്നുമില്ലേ? അതുണ്ടല്ല, ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് എന്തിനാ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിലല്ലേ അത് ഇടാണ്ട് എനിക്ക് തിരിക്കാൻ പറ്റൂ. ഓ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ ശരി. സുധിയേട്ടാ, ഇവനെ ഏറടിച്ച് നിങ്ങളെ ടയർ മിക്കവാറും പൊട്ടിക്കോട്ടാ. ഇതെന്റെ ടയറാ. അന്റെ അല്ലടാ, അതെനിക്ക് ആവശ്യമുള്ള. ഓ തന്നോളാം. അതെ, നമ്മക്കൊരു ആരോഗ്യ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ? ഈ മസിലേല് ഇങ്ങ് പുറത്തേക്ക് വരട്ടല്ല.
അത് സൂപ്പർ. ആ എന്താ നിങ്ങൾ സിനിമ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ നിങ്ങൾ നായകനായിട്ട് വേണം എനിക്ക് നിങ്ങളെ നായികയായിട്ട് അഭിനയിക്കാൻ. സുധീട്ടാ ഒന്ന് നോക്കിയേ എങ്ങനെയുണ്ട് നായകനും നായികയും. നന്നായിട്ടുണ്ട്. വടക്ക് നോക്കിയ യന്ത്രം സെക്കൻഡ് പാർട്ട്. ഏട്ടാ എന്തേ നിങ്ങളൊന്നും കഴിക്കില്ല? നല്ല ചോദ്യം. നമ്മൾ കുടിച്ച പൈസ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മളില്ലെങ്കിലേ ഓരോ കഞ്ഞൊടി മുട്ടും. ഒറ്റക്കെട്ട കഞ്ഞിയും കളരി. അതെ നമുക്ക് അതിനകത്തൊന്ന് കഴിക്കാലോ. എന്തിന്? ഇതൊക്കെ തട്ടിപ്പാന്ന്. കാരാട്ടയാണ് ബെസ്റ്റ്. അതിലെന്താന്നറിയില്ല ഒരു റുക്കണ്ടല്ലേ പൊൻകൂടക്കപ്പാ. அண்ணே நீங்க கிணத்துல வந்ததுக்கு காரணம் அந்த பொண்ணு தான். പൈസ കൊടുക്കൂലേ? ആരാ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ കഞ്ഞുടിക്കാൻ വന്ന അപ്പൊ ഒന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ. അല്ല ഇവിടെ കഥകളി എടുപ്പിക്കുക. കഥകൾ കളരി ഏതാ സ്റ്റൈല്? തെക്കനാ വടക്കനാ? കണ്ടാ മനസ്സിലാവോ രണ്ടും? അല്ല ഞാൻ കരാട്ടയാ. ഇത് പഠിക്കണമെങ്കിൽ എപ്പോ മുതലാ പഠിക്കണ്ടേ? 7-8 വയസ്സിൽ പഠിക്കുന്നതാ നല്ലത്. ആ പ്രായത്തിൽ നല്ല മെയ്വായൊക്കെ ഉണ്ടാവും. പിന്നെ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായത്തിലും പഠിക്കാം. ഇനി മോള് പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്താളോ ജാനി. നമ്പറില്ലല്ലോ. ഇതാണ്ടാ കട്ട കണ്ട കട്ട. അത് പോരാ. ഇത് കാരാട്ടാണ് കാരാട്ട. ഒന്നങ്ങോട്ട് മാറി. ഇത് എന്തൊരു സോഫ്റ്റ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. നിങ്ങൾക്ക് കരാട്ട പഠിച്ചൂടെ? ഈ കളരിയൊന്നും അപ്പോ ഇനി മേലാൽ അനുവാദമല്ലാണ്ട് ഒരാളെ മേത്ത് തുടരും. ഞാൻ തൊടൂല. ചെയ്തോ. അതെ ഇതൊന്ന് തുറക്കുവാ. ഒന്ന് ടമ്പർ ചെക്ക് ചെയ്തതാ. എന്നൊന്ന് അയച്ചു വിടാൻ പറ പ്ലീസ്. അനി പാട്ടൊക്കെ വന്ന് ആ എന്തേ? അതെ ഒന്നും വിചാരിക്കല്ല. ഒരു കാര്യം തന്നെ സ്വീകരിക്കോ? ഇത് എന്താണ് വിശേഷം? ഒന്നുമില്ലപ്പാ. നമ്മള് ജോർജറ്റിന് പേടിയാണ്. മോരുമണം കുടിച്ചപ്പോ ചില്ലറില്ലാത്തോണ്ടെന്ന്. ഓ ഇതിപ്പോ പായസം പോലെ ആയല്ല. അതിന് ഭയങ്കര ചൂടല്ലപ്പാ. കഴിക്കണേ. ശരി ഇന്ന് മുട്ട നനക്കില്ലേ? എടാ അത് 3000 കാറ്റ് പുല്ലുമണ്ടി. ഓന്റെ വണ്ടിയാടി ഉണ്ടല്ലോ. എന്തിനാവശ്യം? വീട്ടിലെന്തെല്ലാം ആവശ്യമുണ്ടപ്പാ. ഓള് ഭയങ്കര ദേഷ്യത്തിനാണ്. നല്ലൊരു കുടുംബത്തോണ്ട് പെണ്ണിന്റെ അവസ്ഥ തന്നെ ഉണ്ടാവും. എന്തൊരു കഷ്ടല്ലേ. ചന്ദ്രേട്ട നിങ്ങൾ ഓള് വരുന്നു. ബിന്ദു ആന്നേ. എനിക്ക് വേറെ ഭാര്യ ഉണ്ടാ. ഞങ്ങളെ വിട്ടു. എടാ നായി ഓടുന്നല്ലോ. രമേശ ചന്ദ്രേട്ടൻ ഉണ്ടായിനേടാ? ഇല്ലപ്പാ. ഉറപ്പന്നെയാ? ഉറപ്പാ. ഉറപ്പന്നെ അല്ലേ? ആന്ന് കൊണ്ടുപ്പാ കളിച്ചാൽ ചോന്ത അടിക്കുക. നയിച്ചു വെച്ചോളും വലിയ. ആ കണ്ണന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഉണ്ടായിനി. ഓനീനെ കാട്ടിയപ്പറപ്പ രണ്ടുമില്ലേ ഓന് വെള്ളടിയില്ലേ? രണ്ടുണ്ടായിരുന്നു. ഉണ്ട്. അല്ല ഓനെപ്പോ വരുവാ? അതിന് ആസറോട് ചോദിച്ചാ പോരെ. എടാ നാസറേ. വെള്ളപ്പോ വരുവാ? 12-ാം തീയതി. 12. നല്ല സന്തോഷം ഉണ്ടല്ലോ. രണ്ടാളും നല്ല വെള്ളടിയായിരുന്നല്ലോ. വെള്ളം പോയോണ്ട് ഓരോ രക്ഷപ്പെട്ടു. അതന്നെ. ഈ കൂരിപ്പിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. യോ എന്റെ മോളെ ഞാനിപ്പോ നിന്നെ വിചാരിച്ചേലു. നീ എവിടെ പോയി? ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ലഗേജ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല ഫ്ലൈറ്റ് ഓഫ് ആയിട്ടുണ്ടോ? എയർഡേലല്ലേ? നല്ല രവി ഡ്യൂട്ടി പെയ്ഡാത്തല്ലേ? അതെ കുപ്പിയിട്ടില്ലേ? കിട്ടൂലേന്നാ. ഓനാണ് സ്കോച്ച് വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒറ്റ വിചാരമുള്ളൂ. നമ്മളെ കണ്ണല്ലത്. പിന്നെ ഉറപ്പല്ലല്ലോ. അന്ന് വീട്ടുകാരെന്ന് അങ്ങ് അറ്റത്ത് അങ്ങോട്ട് ഓർഡർ എടുക്കേണ്ടി വരാം. കുറെ ആയാലും ശരിയാണ്.
എത്ര കാലായിട്ട് ഞാൻ മെലിഞ്ഞു പോയല്ലടാ. അതിന്റെ താടി പോയോണ്ട് വന്നു ഓന്നൂടി ചെറുപ്പായതല്ലേ ചുള്ളലായി വാ വെട്ടിലെടുത്തിട്ട് വരാം സാറേ എന്താ എന്താ എന്താണ് വേറെ എടുക്കാൻ ഒന്നുമില്ലടാ. എന്താ ആകെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്താണ് പറയടാ. എന്താ പ്രശ്നം പറ എല്ലാം പോയത്. മോലെന്താ കാര്യം പറ പറവീ അവരെന്നെ പറ്റിക്കലേനോടാ. പോട്ടെ സാരമില്ല കരണ്ട ടിസിയും ഇല്ല, ജോലിയും ഇല്ല. അല്ല മോനാ ആ സാന്നേട്ടാ ആ കണ്ണനെത്തിയാ? ആ കണ്ണനെടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതല്ല കയ്യിൽ 10 പൈസ ഇല്ലാണ്ടോ വന്നിനി. എന്താ കാര്യം? വിസക്കൊന്നും ഒരു പ്രശ്നം പണിയൊന്നും അവിടെ ശരിയായിട്ടല്ലോ. ആടുന്ന ആൾക്കാരെല്ലാം കൂടി കയറ്റി വിട്ടതാ. കണ്ണൻ നിങ്ങളെ കൂടി ഉണ്ട് ഇപ്പൊ? ആ ഓനിടുണ്ട്. അതല്ല ശാന്തട്ട പ്രശ്നം. ഓനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിലേക്ക് പറഞ്ഞേക്കുവാ? ഓന്റെ ഭാര്യ മക്കളവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അല്ല ശാന്തട്ടാ നമ്മൾ ആശാസ്മാരക ഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല അത് പറ്റില്ല. ആശാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് എല്ലാരും ഉള്ളതല്ലേ. അത് പറ്റില്ല, അത് പറ്റില്ല. അല്ല പിന്നെ നേല് ഞാനും അതായി ആലോചിക്കുന്നു. നമ്മളെയാണെങ്കിൽ വേറെ പൈസയും ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ചെയ്യല്? അത് വിട്ട ഓനാ നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ പട്ടിണി എടുക്കുമ്പോ ഓനല്ലേ പൈസക്ക് ആവശ്യം, അല്ല സ്മാരകം ഉണ്ടാക്കലല്ല അത്യാവശ്യം. അപ്പൊ നോക്കണ്ടേ ചാന്തട്ടാ? നീ ഒരു കാര്യം ചെയ്യ്, ഓനെ ദുബായിക്കാരനാക്കിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. പൊട്ടിക്കട ഫണ്ട് ശരിയാ